എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലൈവായിട്ട് നമ്മുടെ ചാനലിൻ്റെ ന്യൂസ് ചാനൽ ലൈവായിട്ട് നമ്മുടെ അർജുൻ്റെ ഈ മണ്ണിടിച്ചുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് പറയുന്നത് ഒരു മനുഷ്യന് എത്രത്തോളം പരമാവധി ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം എനിക്ക് മനസ്സിലായില്ല കണ്ടതിൽ എനിക്ക് മനസ്സിലായി ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ട്. മലയാളികളായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം പോകുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ വരുമ്പോഴും ഈ പറയുന്ന ഈ പ്രതിസന്ധി പിടിച്ച സമയമാണ്. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളുണ്ടാകും, പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ മനസ്സിലാകും അത്രത്തോളം മണ്ണാണ്, എത്ര ടൺ മണ്ണാണ് അവിടെ. അത് ഒരാഴ്ചയായിട്ട് നമുക്ക് മാറ്റി തീർന്നില്ല എങ്കിൽ എന്തുമാത്രം ഹ്യൂജ് ആയിട്ടുള്ള മണ്ണായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് പ്രകൃതിയോട് മനുഷ്യന് എത്രത്തോളം പൊതി നിൽക്കാൻ പറ്റും എന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ ആൾക്കാരുടെ കഴിവിൻ്റെ പരമാവധി ആർമി ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, സർക്കാർ സംവിധാനങ്ങളായിക്കോട്ടെ, ചില വീഴ്ചകൾ സംഭവിക്കും. പക്ഷേ താഴെ നിന്ന് റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും ഈ തിരച്ചിൽ നടത്തുന്ന അവരും ഈ പറയുന്ന കാലാവസ്ഥ മോശമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥ വളരെ മോശമായിട്ട് വരുമ്പോഴും അവർ അത് അവഗണിച്ചവർ ചെയ്യുന്നുണ്ട്. അവരുടെ മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയും പോലെ ആയിരിക്കത്തില്ല അവിടുത്തെ കാലാവസ്ഥ ആയിക്കോട്ടെ, അവിടുത്തെ ഒഴുക്കായിക്കോട്ടെ, അവിടുത്തെ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന അപ്പുറമാണ്. ഈ മണ്ണിടിച്ചിൽ നമ്മൾ നിരവധി ആൾക്കാരുണ്ടായിരിക്കും. ഒരാളെ പോലും കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഒരാളെ പോലും ഇഷ്ടംപോലെ ആൾക്കാർ 3-4 ആൾക്കാർ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്, അർജുൻ കൂടാതെ. ഓക്കെ, അപ്പോൾ ഒരാളെ പോലും കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ ഇത്രയും തിരച്ചിൽ നടത്തിയത്. അപ്പോൾ ഇവിടെ ഈ നിലയെ ഉറപ്പിച്ച് പറയുന്നത് ആ മല അടിവാരത്തിൻ്റെ സൈഡിൽ തന്നെ കാണുമെന്നാണ്. അത് ഏതാണ്ടൊക്കെ ഇന്നത്തോടെ ഫിനിഷ് ആവുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അടുത്ത പുഴയുടെ സൈഡിലോട്ട് ആ മണ്ണ് കുടിക്കിടന്നതിൻ്റെ അവിടെ കാണുമെന്ന് തിരിച്ച് കാണും. ഈ അയൺ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഈ പല റഡാറിൻ്റെ പല ന്യൂസിൽ പറയുന്ന പോലെ ഈ സംഭവം കിട്ടുന്നില്ല സിഗ്നൽ കറക്റ്റ്. അപ്പോൾ എല്ലാവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവരുടെ മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും അതിൽ നെഗറ്റീവും പറയാറുണ്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മളിപ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ പറഞ്ഞ് നിൽക്കേണ്ട സമയമല്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശുഭവാർത്ത കിട്ടട്ടെ, ശുഭമായിട്ടുള്ള നല്ലൊരു വാർത്ത കിട്ടട്ടെ നാട്ടുകാർക്ക് പ്രാർത്ഥിക്കുന്നു.